ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു കഥയും. എൻ്റെ ഉമ്മാമാക്ക് 7 മക്കളാണ്. അതിൽ മൂത്ത ആളുടെ പേര് മൂത്താപ്പ എന്ന് വിളിക്കണം ഞങ്ങൾ, രണ്ടാമത്തെ പപ്പ എന്ന് വിളിക്കണം, മൂന്നാമത്തെ സാത്താപ്പാന്നും സിത്താപ്പാന്നും നഫാപ്പാന്നും, എൻ്റെ വാപ്പ 6-മത്തത്, പിന്നെ അമ്മയ്യ. അതിൽ ഞാൻ പറയാൻ പോണത് രണ്ടാമത്തെ മൂത്താപ്പാനെ പറ്റിയ. എൻ്റെ രണ്ടാമത്തെ മൂത്താപ്പനെ പപ്പ എന്ന് വിളിക്കണം. പപ്പ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാത്തിനും ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോൾ തൊട്ടേനും പിടിച്ചേനും ഇങ്ങനെ ചീത്ത പറയും. പക്ഷെ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ നന്നായിട്ട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ മൂത്താപ്പെന്ന ബഹുമാനമൊന്നും ഞാൻ കൊടുക്കാറുണ്ടായില്ല. ഞാൻ നന്നായിട്ട് തിരിച്ചു പറയും. അങ്ങനെ എന്തിനാ എൻ്റെ മക്കിട്ട് പറഞ്ഞതെന്നൊക്കെ ഞാൻ നന്നായിട്ട് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ മൂത്താപ്പാടെ മോളുടെ കല്യാണം. അപ്പോൾ എൻ്റെ വീട് തറവാടാണ്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് ഒരു ചുവന്ന ഡ്രസ്സ് തയ്ച്ചെന്ന്, ഗുലാബിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെ ഇങ്ങനെ കാട്ടിയപ്പോൾ മൂത്താപ്പ എന്ന് പറഞ്ഞ് എന്തിനേയും കളർ കോഡൊക്കെ ഗുലാബിയും ഇതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട്. അന്ന് ഞാൻ നന്നായിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ കസിൻസൊക്കെ നന്നായിട്ട് മൂത്താപ്പനെ പറഞ്ഞ് അവരെല്ലാവരും. പക്ഷേ അവർക്കെല്ലാവർക്കും മൂത്താപ്പനെ ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്കൊട്ടും പേടിയില്ല, കാരണം ഞാൻ നന്നായിട്ട് തിരിച്ചു പറയും. മൂത്താപ്പെന്ന ബഹുമാനം ഒന്നും ഞാൻ കൊടുക്കാറുണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം കേട്ടാ. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ മൂത്താപ്പൻ മരിച്ചെന്ന. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനും എൻ്റെ മൂത്താപ്പയും തമ്മിൽ പക്ഷെ നല്ല ബോണ്ടുണ്ടായി. അത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് മൂത്താപ്പുണ്ടപ്പോൾ മൂത്താപ്പില്ലാത്ത ഇത്.